ഹലോ ഡിയേഴ്സ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഗേൾസിന് പറ്റിയിട്ടുള്ള കുറച്ച് ഗ്രൂമിങ് ടിപ്സാണ്. ഇത് ഗേൾസിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. ബ്യൂട്ടി ടിപ്പ് അല്ലെങ്കിൽ ബ്യൂട്ടി ഹാക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഫേഷ്യൽ ഹെയർ റിമൂവലാണ്. ഈ ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യുന്നതിനെ പറ്റി നമുക്ക് ഒരുപാട് ഡൗട്ട്സ് ഉണ്ട്. ഞാൻ മുന്നേ ഒരു ചിറ്റാറ്റ് വീഡിയോ ഇട്ടപ്പോൾ ഒന്ന് രണ്ട് പേര് എന്നോട് ഇങ്ങനെ ഡൗട്ട് ചോദിച്ചായിരുന്നു, ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് എക്സസ് ആയിട്ടത് ഗ്രോത്ത് ആവുമോ എന്നുള്ളത്. അത് നമുക്ക് എല്ലാവർക്കും വരുന്ന ഒരു ഡൗട്ടാണ്. എനിക്കും മുന്നേ ഈ ഡൗട്ട് ഉണ്ടായിരുന്നു. അതായത് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളത് ഫേഷ്യൽ ഹെയർസ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് കൂടുതലായിട്ടത് വളരാൻ തുടങ്ങുന്നതാണ് കേട്ടിരിക്കുന്നത്. പക്ഷെ അങ്ങനെയൊന്നുമില്ല. അത് നമ്മൾ ജസ്റ്റ് ഒരു തോന്നൽ മാത്രമാണ്. ഫേഷ്യൽ ഹെയർസ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും തന്നെ അത് എക്സസീവ് ആയിട്ട് ഗ്രോ ചെയ്യുന്നില്ല. അത് നമുക്ക് അങ്ങനെ എക്സസീവ് ആയിട്ട് ഗ്രോ ചെയ്യുന്ന പോലെ തോന്നാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ റൂട്ടിലുള്ള ആ ഹെയർ അതായിരിക്കും പിന്നീട് ഗ്രോ ആയി വരുന്നുണ്ടാവുക. അപ്പോൾ അതെന്ന് പറയുന്നത് കുറച്ച് കട്ടിയുള്ള ഹെയർ ആയിരിക്കും. അപ്പോൾ അത് നമുക്ക് വളർന്നു വരുന്ന സമയത്ത് നമുക്ക് കുറച്ചത് കട്ടിയുള്ള ഹെയർ ആയ കാരണം കൊണ്ട് നമുക്ക് ഹെയർ ഗ്രോത്ത് മുന്നുള്ളതിനെക്കാട്ടിലും വെച്ച് കൂടിയിട്ടുണ്ടോ എന്ന് നമുക്കങ്ങനെ തോന്നുകയാണ്. അപ്പോൾ നമുക്ക് ഫേഷ്യൽ ഹെയർസ് റിമൂവ് ചെയ്യാനായിട്ട് ഇതുപോലത്തെ ഫേഷ്യൽ റേസേഴ്സ് നമുക്ക് യൂസ് ചെയ്യാം. ഇത് പല ടൈപ്പിലും പല റേറ്റിലുമുള്ള ഫേഷ്യൽ റേസേഴ്സ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഇതിൽ തന്നെ സിക്സാക് ടൈപ്പ് പാറ്റേൺ ഉള്ളതും വരുന്നുണ്ട്. അതാകുമ്പോൾ കുറച്ചുകൂടി നമുക്ക് ഈസിലി റിമൂവ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതായത് മുറിവൊന്നും വരാതെ ഞാനിതന്നെ യൂസ് ചെയ്യാറുള്ളത്. എനിക്കിതുവരെ അങ്ങനെ മുറിവൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ നമ്മൾ ചെയ്യുമ്പോൾ ഓൾവേസ് ശ്രദ്ധിച്ച് ചെയ്യണം. അതായത് ധൃതിപ്പെട്ട് പെട്ടെന്ന് അങ്ങനെ ചെയ്യാതെ നമ്മൾ മെല്ലെ ടൈം എടുത്ത് ചെയ്യേണ്ടി വേണം. കാരണം ഫസ്റ്റ് ടൈമൊക്കെ യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ സിക്സാക് ബ്ലേഡ് പാറ്റേൺ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമ്മൾ ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യുന്നതിന് മുന്നേ എപ്പോഴും തന്നെ നമ്മുടെ ഫേസ് ഡ്രൈ ആയിട്ടിരിക്കണം. അതായത് ഏത് സ്കിൻ ടൈപ്പുകാരാണെങ്കിലും ഈ ഒരു മെത്തഡ് ഫോളോ ചെയ്യണം. നമ്മുടെ സ്കിൻ ഒരിക്കലും ഡ്രൈ ആവരുത്. നമ്മൾ അതിൽ ഒന്നുമില്ലെങ്കിൽ ഒരു ഷേവിങ് ജെല്ലോ അല്ലെങ്കിൽ ഷേവിങ് ബാമോ യൂസ് ചെയ്യുക. അതൊക്കെ അല്ലെങ്കിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നോർമലി അലോവേര ജെൽ യൂസ് ചെയ്താലും മതി. ഞാൻ അലോവേര ജെല്ലാണ് യൂസ് ചെയ്യാറുള്ളത്. അലോവേര ജെൽ യൂസ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ റേസർ യൂസ് ചെയ്തിട്ട് നമ്മൾ ഏത് ഭാഗത്തേക്കാണോ മുടി വളരുന്നത്, അതായത് യൂഷ്വലി നമ്മൾ ഈ ഒരു ആംഗിളിൽ വേണം നമ്മൾ ഫേഷ്യൽ ഹെയർ എപ്പോഴും റിമൂവ് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ തിന്നായിട്ടുള്ള ഫേഷ്യൽ ഹെയർ ഉള്ളവർക്ക് നമുക്ക് റേസേഴ്സ് യൂസ് ചെയ്ത് റിമൂവ് ചെയ്യാം. ചിലർക്ക് ഭയങ്കര എക്സസീവായിട്ട് ജനറ്റിക്കലി കുറച്ച് എക്സസീവായിട്ട് ഹെയർ ഗ്രോത്ത് ഉള്ളവരുണ്ടാവും. അങ്ങനെയുള്ളവർക്ക് ബെറ്റർ ടു ഗോ ഫോർ ലേസർ എന്നേ പറയുള്ളൂ. അവർക്ക് എനിക്ക് തോന്നുന്നില്ല ഇത് നമുക്ക് തിന്നായിട്ടുള്ള ഹെയർകാർക്ക് തന്നെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വീക്ക്ലി വൺസൊക്കെ ഒബ്വിയസ്ലി നമ്മൾ ഹെയർ റിമൂവ് ചെയ്ത് കളയേണ്ടി വരും. റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്ത് 24 hours നമ്മൾ ഫേസിൽ മേക്കപ്പ് ഒന്നും തന്നെ അപ്ലൈ ചെയ്യരുത്. ബിക്കോസ് നമ്മുടെ ഫേസ് ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കുന്ന ഒരു ടൈമായിരിക്കും. ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ കെയറൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന സ്കിൻ പ്രൊഡക്ട്സ് ഒക്കെ കറക്റ്റായിട്ട് നമ്മുടെ സ്കിന്നിലേക്ക് ഡീപ്ലി പെനിട്രേറ്റ് ചെയ്ത് പോകാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഈ ഹെയർസ് ഉള്ളപ്പോൾ അതൊരു തടസ്സം പോലെയാണ്. ഇത് അങ്ങനെ നീക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ കറക്റ്റ് ആ സെറത്തിൻ്റെയും മോയ്സ്ചറൈസറിൻ്റെയൊക്കെ ബെനിഫിറ്റ് നമുക്ക് ഒന്നുകൂടെ നന്നായിട്ട് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഫേസിൽ വേറൊരു ഹെയർ റിമൂവൽ പ്രൊഡക്റ്റാണ് ഈ ഒരു ഐബ്രോ ഹെയർ റിമൂവൽ. ഇത് ഐബ്രോസ് മാത്രമല്ല, നമുക്ക് ഫേസിലുള്ള ഹെയർസും ടൈനി ഹെയർസൊക്കെ ആണെന്നുണ്ടെങ്കിൽ റിമൂവ് ചെയ്യാൻ പറ്റും. പക്ഷെ ഞാനൊന്ന് കാണിച്ചു തരാം. ഇപ്പോൾ എൻ്റെ ഐബ്രോസിൽ ഇവിടെ ചെറിയ ഹെയർസൊക്കെ ഉണ്ട്, കുറച്ച് ഹെയർസ് ഉണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഇങ്ങനെ സർക്കുലർ മോഷനിൽ ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഹെയർസൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കളയാനായിട്ട് പറ്റും. അതായത് നിറയെ നമുക്കിപ്പോൾ ഒരുപാട് ഐബ്രോസ് ഗ്രോത്ത് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിത് അത്ര എഫക്റ്റീവ് അല്ല. അപ്പോൾ നമുക്ക് ആ ഫേഷ്യൽ റേസർ യൂസ് ചെയ്തിട്ട് പിന്നെ ഇത് വെച്ചിട്ടൊന്ന് ചെയ്ത് കളയേണ്ടി വരും. പക്ഷേ ഇത് വളരെ തിന്നായിട്ട് ചെറിയ ഹെയർസൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഇത് വെച്ചിട്ട് ഈസിലി റിമൂവ് ചെയ്ത് കളയാം. അപ്പോൾ കണ്ടില്ലേ, അവിടുത്തെ ആ ഹെയർക്ക് ഒന്ന് റിമൂവായി പോയിട്ടുണ്ട്. ഇത് നമ്മളിങ്ങനെ സർക്കുലർ മോഷനിൽ വേണം ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇതും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് കേട്ടോ. ഇനി രണ്ടാമത്തെ ബ്യൂട്ടി ഹാക്ക് എന്ന് പറയുന്നത് നമ്മുടെ അണ്ടർ ആം
ഡാർക്ക്നെസ് ആണ്. അണ്ടർആംസിൽ മെയിനായിട്ട് നമുക്ക് ഈ ഡാർക്ക്നെസ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടുത്തെ ഹെയർ റിമൂവ് ചെയ്ത് കളയുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള റിമൂവൽ, അതുപോലെ തന്നെ നമ്മൾ ഡ്രസ്സ് ഇട്ടിട്ട് അവിടെ ഇങ്ങനെ ഉരഞ്ഞിട്ടുള്ള ആ ഒരു ഇതും കൊണ്ടൊക്കെയാണ് നമുക്ക് ഈ അണ്ടർ ആം ഡാർക്ക്നെസ് വരുന്നത്. ആ സ്പെയിനുള്ളൊരു സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് കംപ്ലീറ്റ്ലി അങ്ങനെ റിമൂവ് ചെയ്ത് കളയാൻ പറ്റില്ല. ഇതുവരെ അത് സോൾവ് ചെയ്യാനായിട്ടുള്ള ഒരുപാട് പ്രോഡക്റ്റ്സ് ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമുക്ക് ചില ഹോം റെമഡീസും കൂടെ അതിന് ട്രൈ ചെയ്യാം. അതുപോലെ തന്നെ അപ്പോൾ നമ്മുടെ വാവ എണീറ്റ് വന്നിട്ടുണ്ട്. ഇത് നമ്മൾ ഡെയിലി ബേസിസിലോ അല്ലെങ്കിൽ വീക്ക്ലി ഒരു ത്രൈസ് ഒക്കെ ഫോളോ ചെയ്യേണ്ട ഒരു റുട്ടീനാണ്. എന്നാൽ മാത്രമേ നമുക്ക് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുള്ളൂ. അല്ലാതെ ഒരു ദിവസമോ 2 ദിവസമോ ട്രൈ ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ ബെനിഫിറ്റ് കിട്ടുന്ന ഒന്നല്ല. അത് കണ്ടത് നമുക്ക് ആദ്യം നമ്മൾ അണ്ടർ ആംസ് നന്നായിട്ട് വാക്സ് ചെയ്ത് കളഞ്ഞതിന് ശേഷം അതിൽ നമ്മൾ എന്തെങ്കിലും ഒരു ഫേസ് വാഷ്, അതായത് നമ്മളതൊന്ന് ക്ലെൻസ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശം. അതൊരു ഫേസ് വാഷ് നമ്മൾ നോർമലി യൂസ് ചെയ്തൊന്ന് ക്ലെൻസ് ചെയ്യുക. ക്ലെൻസ് ചെയ്തതിന് ശേഷം അത് നന്നായിട്ട് ഡാംപ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള കോഫി പൗഡർ, ഒന്നുകിൽ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള കോഫി പൗഡർ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ കോഫി പൗഡർ എടുത്ത് അത് വെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട്, ഒരുപാട് ലൂസ് ആക്കേണ്ട, ഒരു നമുക്ക് സ്ക്രബിൻ്റെ കൺസിസ്റ്റൻസി ആയാലും ഒരു കുറച്ച് തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയിലാക്കിയിട്ട് അത് നമ്മുടെ അണ്ടർ ആംസിൻ്റെ അവിടെ നന്നായിട്ട് അപ്ലൈ ചെയ്തൊന്ന് ഒരു 2 മിനിറ്റ്സ് ഒക്കെ ഒന്ന് സ്ക്രബ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലതാണ്. എന്നിട്ട് സ്ക്രബ് ചെയ്തിട്ട് ഒരു 2 മിനിറ്റ്സ് ഒന്ന് വെക്കുക. എന്നിട്ട് ഒന്ന് വെള്ളത്തിലൊന്ന് കഴുകി ശേഷം നമുക്ക് ഗ്ലൈക്കോളിക് ആസിഡ് നമുക്ക് അണ്ടർ ആംസിൽ ഇട്ട് കൊടുക്കാം. അതാണ് നമുക്ക് ഗ്ലൈക്കോളിക് ആസിഡാണ് ആക്ച്വലി അണ്ടർ ആം ഡാർക്ക്നെസ് കുറയ്ക്കാനായിട്ട് നമുക്ക് സഹായിക്കുന്നത്. അതിന് ഗ്ലൈക്കോളിക് ആസിഡിൻ്റെ ബെസ്റ്റ് ഒരു പ്രോഡക്റ്റ് ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഞാൻ ജസ്റ്റ് സജസ്റ്റ് ചെയ്യുന്നതേ ഉള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോർമൽ ഗ്ലൈക്കോളിക് ആസിഡ് ആയിട്ട് കിട്ടുകയും ചെയ്യും, അത് വാങ്ങിച്ച് ഉപയോഗിക്കാം. ഇത് നമുക്ക് ഡെർമോഡാക്കിൻ്റെ ഒരു പ്രൊഡക്റ്റ് വന്നിട്ടുണ്ട് ഇപ്പോൾ 5% ഗ്ലൈക്കോളിക് ആസിഡ് ഉള്ളത്. അതൊരു അണ്ടർ ആം ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് തന്നെ ഉള്ളൊരു സ്പ്രേ ടൈപ്പാണ്. ഇത് മാത്രമല്ല നമുക്കിവിടെ കൈൻ്റെ ഈ മുട്ടിലുള്ള ഈ ഡാർക്ക്നെസ്, അതുപോലെ തന്നെ ചിലർക്ക് കഴുത്തിൻ്റെ ബാക്കിലൊക്കെ ഡാർക്ക്നെസ് ഉണ്ടാവും, അതൊക്കെ റിമൂവ് ചെയ്യാനും ഇത് അവിടെയൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഡാർക്ക്നെസ് റിമൂവ് ചെയ്യാനായിട്ട്. പിന്നെ അതുപോലെ അണ്ടർ ആംസിൽ നമുക്ക് റോളോൺസ് യൂസ് ചെയ്യുന്നത് നല്ലതാണ്. നമ്മൾ സ്പ്രേ അല്ലെങ്കിൽ പെർഫ്യൂംസ് ഒക്കെ യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിലും, ഇപ്പോൾ ഡിയോഡ്രൻറ്റ് യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിലും ഡിയോഡ്രൻസിനേക്കാളും ഒന്നുകൂടെ എഫക്റ്റീവ് നമുക്ക് അണ്ടർ ആംസിൽ റോളോൺസ് ആണ്. ഞാനിപ്പോൾ കുറച്ചായിട്ട് യൂസ് ചെയ്യുന്നത് ഈ ഒരു കാർമസിയുടെ ഈ റോളോണാണ്. ഇത് അത്യാവശ്യം നല്ലൊരു പ്രോഡക്റ്റാണ്. ഇതിൻ്റെ ഒരു നാച്ചുറൽ ഫ്രാഗ്രൻസ് ആണ്. ഇതിന് എനിക്ക് തോന്നുന്നത് 3 വെറൈറ്റീസ് ഓഫ് ഫ്രാഗ്രൻസസ് അവൈലബിൾ ആണെങ്കിൽ ഇതിൽ ഫ്ലോറൽ സൺസെറ്റ് എന്ന് പറയുന്ന ഫ്രാഗ്രൻസ് ആണ് ഞാനിവിടെ വാങ്ങിച്ചിരിക്കുന്നത്. ഇത് നമുക്ക് ഒരുപാട് കുത്തുന്നൊരു മണമല്ല, എന്നാലും നല്ല പ്ലസൻ്റ് ആയിട്ടുള്ളൊരു സ്മെല്ലാണ്. അപ്പോൾ ഇത് നല്ലൊരു പ്രോഡക്റ്റാണ്. അത്യാവശ്യം ലോങ് ലാസ്റ്റ് ചെയ്യുന്നുണ്ട് നമുക്കിത് ഇട്ട് കഴിഞ്ഞാൽ. അപ്പോൾ ഇത് നല്ലൊരു റോളോണാണ്. ഇത് ജസ്റ്റ് അല്ലാതെ തന്നെ നമുക്ക് ഡൗവിൻ്റെ അങ്ങനെ പല കമ്പനീസിൻ്റെയും പല റോളോൺസ് നമുക്ക് അവൈലബിൾ ആണ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. അപ്പോൾ റോളോൺ ഏതെങ്കിലും ഒന്ന് യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. നമുക്ക് ആ ബാഡ് ഓർഡർ അണ്ടർ ആംസിൽ നിന്ന് വരുന്നത് നമുക്ക് ആ സ്വെറ്റ് സ്മെല്ലാനായിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് റോളോൺസ്. അപ്പോൾ റോളോൺസ് എപ്പോഴും യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ നമ്മുടെ 3rd ഹാക്ക് എന്ന് പറയുന്നത് ഹെയർ കെയറിനുള്ളൊരു ഹാക്കായിട്ടാണ്. അത് ഞാൻ വേറെ ഒന്നുമല്ല, ഒരു പ്രോഡക്റ്റാണ് കാണിക്കുന്നത്. ഈ ഒരു മസാജറാണ്. ഇത് ചിലപ്പോൾ എല്ലാവരുടെ കയ്യിലും ഉണ്ടായിരിക്കും. ഇനി ഉപയോഗിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഇത് ഉപയോഗിക്കുക തീർച്ചയായിട്ടും. ഇത് നല്ലൊരു പ്രോഡക്റ്റാണ് കേട്ടോ. ഇത് നമുക്ക് ഹെഡ് മസാജറാണ് ആക്ച്വലി. ഇത് നമുക്കറിയാം മസാജ് ചെയ്യുന്നത് നമ്മുടെ ഹെയറിന് ബെസ്റ്റാണെന്നുള്ളത്. ബ്ലഡ് സർക്കുലേഷൻ കൂടാനും അതുപോലെ തന്നെ ഹെയർ ഫോളൊക്കെ റെഡ്യൂസ് ചെയ്യാനും ഒക്കെ വളരെ ഹെൽപ്ഫുള്ളാണ് ഹെഡ് മസാജ് എന്ന് പറയുന്നത്. ഒരു സിലിക്കൺ ടൈപ്പ് ഒരു ബ്രഷാണ്. ഇത് ഉപയോഗിച്ച് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ സർക്കുലർ മോഷനിൽ ഒന്ന് രാത്രിയോ രാവിലെയോ ഒക്കെ മസാജ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ വാഷ് ചെയ്യുമ്പോൾ ഷാമ്പൂ ഒക്കെ യൂസ് ചെയ്ത് ഹെയർ വാഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്കാൽപ്പൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടി നമ്മൾ കൈ വെച്ച് ഇങ്ങനെ ഷാമ്പൂ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുന്നതിനേക്കാളും ഈ ഒരു മസാജറിൻ്റെ സഹായത്തിൽ നമ്മൾ ക്ലീൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്കാൽപ്പൊക്കെ നല്ല ക്ലീനായി കിട്ടും കേട്ടോ. അപ്പോൾ ഇതിലൊക്കെ ഇത് വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു പ്രോഡക്റ്റാണ്. ആഫ്റ്റർ ഡെലിവറി എനിക്ക് ഹെയർ ഫോൾ കുറച്ച് കൂടിയിട്ടുണ്ട്. അപ്പോൾ എനിക്കിപ്പോൾ അത്യാവശ്യമായിട്ടൊരു 1 മന്തായിട്ട് നല്ല ഹെയർ ഫോൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ ഒരു ആപ്സിൻ്റെ റോസ്മെരി വാട്ടർ ഇപ്പോൾ ഡെയിലി യൂസ് ചെയ്യുന്നുണ്ട്. ഇത് ജസ്റ്റ് സ്പ്രേ ചെയ്തതിന് ശേഷം ഞാൻ ഈ ഹെഡ് മസാജർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കും. അപ്പോൾ എനിക്ക് ഇപ്പോൾ ഹെയർ ഫോൾ ഫുള്ളായിട്ട് അങ്ങനെ കുറഞ്ഞൊന്നും പറയുന്നില്ല, എന്നാലും ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ കാണുന്നുണ്ട്. പിന്നെ 4th ഹാക്ക് എന്ന് പറയുന്നത് നമ്മുടെ ബോഡി പോളിഷിംഗ് ആണ്. നമ്മൾ വീക്ക്ലി വൺസ് നമ്മുടെ ബോഡി നല്ല സോഫ്റ്റ് ആൻഡ് സപ്പിളായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ സ്കിന്നിങ്ങനെ തൊടുമ്പോൾ തന്നെ നല്ല സോഫ്റ്റായിട്ട് തോന്നാൻ വേണ്ടിയിട്ട്
നമ്മളൊരു ബോഡി സ്ക്രബ്ബ് യൂസ് ചെയ്യണം. വീക്ക്ലി വൺസ് തീർച്ചയായിട്ടും അത് യൂസ് ചെയ്യണം. നമുക്ക് ബോഡി സ്ക്രബ്ബ് നമുക്ക് പുറത്തുനിന്ന് മേടിച്ചിട്ടുള്ളത് ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ഒരു ബോഡി സ്ക്രബ്ബ് ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കിയിട്ട് യൂസ് ചെയ്യാം. നമുക്ക് വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സ്ക്രബ്ബാണ് കോഫി പൗഡർ, ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള കോഫി പൗഡറിൽ. എന്നിട്ട് അതിലേക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ മിക്സ് ചെയ്യാം. എന്നിട്ട് അതൊരു സ്ക്രബ് ഫോം ആക്കിയിട്ട് കുറച്ച് തിക്കായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഹോൾ ബോഡി അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് നല്ലൊരു എക്സ്ഫോളിയേറ്റിംഗ് സ്ക്രബാണ് കേട്ടോ. നമ്മുടെ സ്കിന്നൊക്കെ നല്ല സോഫ്റ്റും സ്മൂത്തായിട്ട് മാറും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും ഈ ഗ്രൂമിങ് ടിപ്സൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് കമൻസിലൂടെ അഭിപ്രായം അറിയിക്കുക. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ഐക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.